സിഗ്നേച്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മസാല ദോശ കേട്ടോ. ഇത് വെറുതെ കറിയില്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വേഗം ഞാൻ പറയാം. അതിന് നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഓണിയൻ, ബീൻസ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീട്രൂട്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് തക്കാളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ആക്കിയ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത്യാവശ്യം ഒരു 5-6 വിസിൽ ഞാൻ അടുപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഞാനൊന്ന് ഒരു തവ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ദോശക്കല്ല് ഉണ്ടല്ലോ, അത് ചൂടാക്കാൻ വെച്ച ശേഷം അല്ലെങ്കിൽ ദോശമാവ് വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ തിക്നെസ് ആൻഡ് വലുപ്പം, ദോശയുടെ വലുപ്പവും കട്ടിയും എത്ര വേണമെന്ന് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചൂടാട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. മുരിഞ്ഞ് വന്ന ദോശയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചമ്മന്തിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് വെറുതെ കഴിക്കാനും അത്ര ടേസ്റ്റാണ്. കാരണം ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും. ഇറ്റ്സ് മീ ആൻഡ് സിഗ്നേച്ചർ സൈനിങ് ഓഫ്. ബൈ ബൈ.